പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സംപ്രേഷണ പരിപാടിയിലെ എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആനുകാലിക രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പല അപഭ്രംശങ്ങളും വീഴ്ചകളും നമ്മൾ കഴിഞ്ഞ ഈ എപ്പിസോഡുകളിൽ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾ അത് ഇടത് പാർട്ടിയുടെ ആണെങ്കിലും വലത് പാർട്ടിയുടെ ആണെങ്കിലും പ്രത്യയശാസ്ത്രത്തിൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്, ഒരു മാറ്റം. ഇടത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് കട്ടൻ ചായയും പരിപ്പുവടയും തിന്നുകൊണ്ട് വിപ്ലവം നടത്താനാവില്ല, വിപ്ലവ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാനാവില്ല എന്നുള്ള ഒരു വലിയ പ്രസ്താവന നടത്തിയപ്പോൾ ഈ ചെറുപ്പക്കാർക്കത് വലിയ സ്വീകാര്യത വന്നു. കാരണം രാജ്യം പുരോഗമിക്കുന്നു, പുതിയ പുതിയ സാധ്യതകളും സൗകര്യങ്ങളും രാജ്യത്തെമ്പാടും വരുന്നു, ഭക്ഷണശാലകൾ, മറ്റ് സൗകര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അവർ അകലെന്ന് കാണുക, ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ളത് ചെറുപ്പക്കാർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാത്തവരാണ്. ഒരു പ്രത്യേക വികാരത്തിൻ്റെ ഇതിൽ ഇടത് പാർട്ടിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ സ്വാഗതാർഹമായൊരു പ്രസ്താവനയാണ് നമ്മുടെ മുതിർന്ന നേതാവായ സഖാവ് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന പാർട്ടി അങ്ങേറ്റെടുത്തു. അവരുടെ വേഷവിധാനങ്ങളിലും ജീവിത ശൈലികളിലും ഒക്കെ ആ വ്യത്യാസം പിന്നീട് പ്രകടമാകുകയാണ്. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ പണം ഉണ്ടാക്കിക്കൊള്ളുക, കമ്മീഷൻ വാങ്ങിച്ചുകൊള്ളുക, പാർട്ടിക്ക് അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾ കൊടുത്താൽ മതി, കണക്കും കാര്യവും കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലേക്ക് ഇടതുപക്ഷം മാറുകയും തെരുവ് രാഷ്ട്രീയമാണ് വികസന രാഷ്ട്രീയത്തെക്കാളും എളുപ്പവും കൈകാര്യം ചെയ്യാനുള്ള സൗകര്യവും എന്നവർ കാണുകയും ചെയ്തുകൊണ്ട് തെരുവ് രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് മാറി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യലിസം എന്ന് പറയുന്നത് ആരോ പറഞ്ഞ് കേട്ട ഒരു സംഭവം, അല്ലെങ്കിൽ ഖദർ വസ്ത്രം എന്ന് പറഞ്ഞ അവരുടെ ഒരു ബ്രാൻഡ് ആയിരുന്നു. ഖദർ ധരിച്ച്, വെളുത്ത ഖദർ വസ്ത്രം ധരിച്ച് നമ്മൾ പഴയകാല നേതാക്കന്മാരെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് അവരുടെ ബ്രാൻഡ് വസ്ത്രങ്ങളിലേക്കും ജീവിതശൈലികളിലേക്കും ഒക്കെ മാറി. സോഷ്യലിസം എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളത് തന്നെ അവർക്ക് പറഞ്ഞുകൂടാ. അത് പ്രായോഗികമാണോ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത് എന്തെങ്കിലും ഗുണം ചെയ്യുമോ, അത് അറിഞ്ഞുകൂടാ. നമ്മുടെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് അച്യുതാനന്ദൻ തമാശ രൂപേണ പറയുമായിരുന്നു, ഖദർ ഉടുത്തവരും ഖദർ ഉടുക്കാത്തവരും. അതിന് വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമർശനാത്മകമായി ഒരു പ്രസ്താവനകൾ. അതിന് മറ്റൊരു വശത്ത് കാവ്യവൽക്കരണം എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ മൂന്ന് പ്രധാന രാഷ്ട്രീയ ധാരകളിലും നമുക്ക് കാണാൻ കഴിയാത്ത ഒന്ന്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് കാര്യമായ ഒരു പഠനമോ ചർച്ചയോ സംവാദമോ ഇവിടെ നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും പ്രശ്നത്തിൽപ്പെടുമ്പോൾ, അവർക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നേതാവിനെയോ കുടുംബത്തെയോ പ്രതിരോധിക്കുക എന്നതാണ് ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാരുടെ അവരുടെ ദൗത്യം, അവരുടെ മിഷൻ എന്നവരങ്ങ് ധരിച്ച് വിചാരിക്കുകയാണ്. നിങ്ങൾ ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കാം, നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ നല്ല കഴിവുള്ളവരാണ്, സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, വിലയിരുത്താനും കാര്യങ്ങളെ വ്യവച്ഛേദിച്ചറിയാനും കഴിവുള്ളവരാണ്. പക്ഷേ അവർ വളരെ നമുക്ക് ദയനീയമായ രീതിയിൽ ചാനലിൽ വന്നിരുന്നുകൊണ്ട് നേതാവിൻ്റെ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു, നേതാവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ആ തരത്തിലേക്ക് അവരങ്ങ് താന്നു പോയിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന് വലിയൊരു നഷ്ടമാണ്. കാരണം നല്ല ബുദ്ധിശക്തിയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കൾ, പ്രത്യേകിച്ചും ഇടത് പാർട്ടിയിലെ ഡിവൈഎഫ്ഐയിലെയും ഒക്കെ നേതാക്കൾ, അവർ വെറും താഴ്ന്ന തലത്തിലേക്ക് തങ്ങളുടെ നേതാക്കന്മാരെയും കുടുംബത്തെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ദൗത്യത്തിലേക്ക് മാറി അവരുടെ കഴിവ് അവരങ്ങ് ദുർവിനിയോഗം ചെയ്യണം. അവരുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയമേ അല്ല. പാർട്ടി ആവശ്യപ്പെടും, പാർട്ടിയല്ല, ആ പാർട്ടിയെ നയിക്കുന്ന വ്യക്തിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലാണ് അവർ വിപ്ലവം കണ്ടെത്തുന്നത്. ഇത് വലിയൊരു ദുരന്തമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. പുരോഗമനാശയമുള്ള ചെറുപ്പക്കാർ, അവർ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ, ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് പാർട്ടിയുടെ ഫണ്ട് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിലോ ആ അഴിമതി നടന്നിട്ടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളില്ലെന്ന് പറയുക, അല്ലെങ്കിൽ കോടതി കുറ്റം വിധിക്കുന്നത് വരെ അവർ നിരപരാധികളാണ് എന്ന് നമ്മുടെ നിയമവ്യവസ്ഥയെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ന്യായം, മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നകന്നു മാറുകയാണ്. ഇവരിന്ന് കാര്യമായൊരു സംഭാവനയും ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഈ നമ്മുടെ പഴയ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ പഴയ ഗ്രാമഫോൺ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ടായിരുന്നു. അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഡിസ്ക് ചലിപ്പിക്കും, അതിലൊരു സൂചി വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഗ്രൂവിലൂടെ ഓടുമ്പം പാട്ട് കേൾക്കും. അതിലൊരു കമ്പനിയുടെ പേര് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നാണ്. എന്ന് പറഞ്ഞ പോലെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് നമ്മുടെ
ചെറുപ്പക്കാർ യുവ നേതാക്കന്മാർ മാറിയിരിക്കുന്നു പറയുന്നത് നമുക്ക് ആ പാർട്ടി അത് നമുക്ക് നമ്മുടെ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്ത് നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. ചിന്താശക്തിയുള്ള ഒരു വിഭാഗം ആൾക്കാർ വെറും വ്യക്തികൾ പൂജയിലേക്ക് മാറുക, അവർക്ക് വേണ്ടി കവിത എഴുതുക, അവർക്ക് വേണ്ടി ഡാൻസ് അറേഞ്ച് ചെയ്യുക, അവർക്ക് വേണ്ടി കോസ്റ്റ്യൂം ഒരുക്കുക, ഇങ്ങനെയുള്ള വളരെ ബാലിശമായ നിലയിലേക്ക് രാഷ്ട്രീയം ഒരു വശത്ത് അധപ്പതിക്കുന്നു. മറുവശത്താണെങ്കിൽ ഈ പിന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDFിലെ ആൾക്കാർ, നേരെ കോൺഗ്രസ്സുകാർ മാത്രമേ കാര്യമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളൂ. അവർ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുക, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ വന്നിട്ട് മതിൽ അല്ലെങ്കിൽ അവരുടെ ബാരിക്കേഡിനെ മറികടക്കുക, അടി വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ വാട്ടർ ക്യാനിൻ്റെ അകത്തുനിന്ന് വെള്ളം ചീറ്റി വരുമ്പോൾ അതിനകത്ത് വീട് തല പൊട്ടുക, ആശുപത്രിക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈ വഴിയിൽ അടി ഉണ്ടാക്കിയിട്ട് ആശുപത്രി പോയി കഴിഞ്ഞാൽ നേതാവാകാമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നമ്മളാലോചിച്ച് നോക്കണം, എന്തൊരു വലിയൊരു പതനമാണത്. വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച് അവർക്ക് ഗാന്ധിയൻ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ വ്യവസ്ഥാപിത മാർഗത്തിലൂടെയോ അവർക്ക് പിന്നെ പ്രക്ഷോഭം നടത്താം. അതിന് പകരം ഉടനെ ചാടിക്കയറി കൊടിയും കുത്തി പോലീസുകാർ ഒട്ടടി ഉണ്ടാക്കി പോലീസുകാരനെ കൈയൊടുകയും എവിടെയും തല പൊട്ടുക, ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക്. ഇത് എവിടേക്കാണ് പോകുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആർക്കും ഇതിലൊന്നും പങ്കില്ല. രാഷ്ട്രീയം കളിക്കുന്നവൻ പോയി കളിക്കോട്ടെ, അവൻ തല പൊട്ടുകയോ കാലൊടിയോ ഒക്കെ ചെയ്തോട്ടെ, അവൻ നേതാവായിക്കോട്ടെ, അവൻ തീരുമാനിച്ചോട്ടെ. അവൻ്റെ തീരുമാനം നടപ്പാക്കാനായിട്ട് നമ്മൾ കാശ് കൊടുത്ത് പഠിപ്പിച്ച ചെറുപ്പക്കാർ സിവിൽ സർവീസിൽ അവർ പാസ്സാകുന്നു, നമ്മുടെ കേരള കേഡറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേഡറിലേക്ക് പോകുന്നു. അവർ വന്നിട്ട് ഇത്രയും ബുദ്ധിശക്തിയുള്ള ചെറുപ്പക്കാർ വന്നിട്ട് ഈ 10ാം ക്ലാസ് പോലും എഴുതി പാസ്സാകാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരൻ്റെ ഇംഗിതം നടപ്പാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം അധപ്പതിച്ചിരിക്കുന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ നട്ടല്, പണ്ഡിറ്റ് നെഹ്റു അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അവരുടെ കഴിവ് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ പുനർനിർമ്മാണത്തിലേക്കും വികസനത്തിലേക്കും നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സിവിൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം അതായിരിക്കും, എൻ്റെ മകനെ സിവിൽ സർവീസിൽ കടത്തിവിടുക, അവനെ IPSലോ IASലോ ഫോറിൻ സർവീസിലോ അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിവിൽ സർവീസിൽ കടത്തിവിട്ട് അവൻ്റെ ഭാവി ഭദ്രമാക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അടുത്ത കാലത്തെ കുറേ സംഭവങ്ങൾ, അവിടെ നല്ല സമർത്ഥരായ IAS IPS അതുപോലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ വെറും ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ പോലെ അല്ലെങ്കിൽ ഒരു അറിവില്ലാത്തവർ മണ്ടന്മാരെ പോലെ ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ ജോലിയുടെ ഞങ്ങളുടെ കർത്തവ്യമാണെന്ന് അങ്ങ് ധരിച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടാകും, പക്ഷേ നാടിന് വലിയ നഷ്ടമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ കുട്ടികൾ നല്ല നിലയിൽ പഠിച്ച് നല്ല ബിരുദമെടുത്ത് സിവിൽ സർവീസ് പാസ്സായി വരുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നങ്ങളിൽ പഠിക്കുകയും അതിന് രാഷ്ട്രീയ നേതാക്കന്മാരെ യജമാനന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടവർ ശരിക്കും പറഞ്ഞ് തിരുത്താനായിട്ട് കഴിവുള്ളവരാണ് ഇവർ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടന്ന് കാര്യമായ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും കിട്ടാത്ത നേതാക്കന്മാർ അവരേതെങ്കിലും തരത്തിലൊക്കെ പരീക്ഷ പാസ്സാവും, ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് പിന്നെ ചിലപ്പോൾ PG എടുക്കും, ചിലപ്പോൾ ഡോക്ടറേറ്റ് എടുക്കും, അല്ലെങ്കിൽ നിയമം ബിരുദം എടുക്കും. പക്ഷെ അവർക്ക് ആ പഠനത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായൊരു വിവരമില്ല. പിന്നെ അവർ ശ്രദ്ധിക്കുക വെച്ച് കഴിഞ്ഞാൽ നേട്ടം ഉണ്ടാക്കുന്നതിന് ഈ സിവിൽ സർവീസുകാരെ കരുക്കളാക്കുക എന്ന് പറയുന്ന ഒരു വലിയ അധപ്പതനത്തിലേക്ക് നമ്മുടെ നാട് വീണ് പോയിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്നെ ശ്രമിക്കുന്നവർ മനസ്സിലാക്കുക, ഇത് നമ്മുടെ വിഷയമാണ്. രാഷ്ട്രീയക്കാരൻ്റെയോ IASകാരൻ്റെയോ വിഷയമല്ല, നമ്മുടെ വിഷയമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണ്, നമ്മുടെ ഭാവിയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കണം, അടുത്തുള്ളവരോട് സംസാരിക്കണം. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് സംസാരിക്കും. നമ്മൾ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.